മോർണിംഗ് തന്നെ ഞാനും ചേട്ടനും കൂടി വണ്ടി എടുത്ത് നേരെ പോണ റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ. അതെ, ഗംഗയുടെ പാണ്ടി നൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയാണ് നമ്മൾ വർക്കലയ്ക്ക് പോകുന്നത്. അമ്മ ലുക്കിന് വേണ്ടിയിട്ട് കനകാമ്പരം തപ്പിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. പകരം നമ്മുടെ റോഡ് സൈഡിൽ ഇരുന്ന് ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്ക് പിച്ചിപ്പൂവും റോസാപ്പൂവും കോർത്ത ഒരു മാല കിട്ടി. സ്വയം ട്രെയിൻ കയറി പല സ്ഥലത്ത് ഞാൻ വഴുതെറ്റി എത്തിയത് കൊണ്ടിട്ടാട്ടോ ഞാൻ ചേട്ടനെയും കൂടി ഇപ്രാവശ്യം കൂട്ടിയത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഞാൻ ചെയ്യണ ആദ്യത്തെ ചടങ്ങ് ഈ ഒരു ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് കോച്ച് പൊസിഷൻ നോക്കുക എന്നുള്ളതാട്ടോ. എനിക്ക് തന്നെ ദോശ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കിട്ടുകയും ചെയ്തു. ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിക്കുന്ന തിരക്കിലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിച്ചിട്ടുള്ള തിരക്കിലാട്ടോ. ഇത് മിന്ത്രയിൽ നിന്ന് മേടിച്ച ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സെറ്റ് ഒരു സമയം കൊണ്ട് നമ്മുടെ ട്രെയിൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ കറക്റ്റ് ആയിട്ട് എന്നെ കോച്ചിൽ കയറ്റി വിട്ട് ബൈ ഒക്കെ പറഞ്ഞിട്ടാട്ടോ പോയത്. ഇത് ആരാ? അസ്വി ചേച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ വർക്കലയ്ക്ക് പോകാൻ വേണ്ടി. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ അംഗം വെട്ടാനായിട്ട് ഇരുന്നു കേട്ടോ. ദോശയിലായിരുന്നു ഞങ്ങൾ പിടിച്ചത്. അതിൽ മസാല ആണെങ്കിലും സാമ്പാറൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ളൊരു ദോശയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്ന് ഞാൻ നല്ല ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഒരുങ്ങുമല്ലോ ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഒരുങ്ങി സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു സൺസ്ക്രീനാണ് ചേച്ചി എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ എത്തി വർക്കല ശിവഗിരി സ്റ്റേഷനിൽ. അവിടെ നിന്ന് നമ്മൾ ഓട്ടോയും പിടിച്ച് നേരെ ഹോട്ടലിലേക്കാട്ടോ പോയത്. പക്ഷേ ഇല്ലേ, നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ പാഴ്സലൊക്കെ മേടിച്ചിട്ട് പോകുന്നു. ഒത്തിരി നല്ല സീനറി എല്ലാം കണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി കേട്ടോ. അവിടെ ഓൾറെഡി ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ തന്നെയാണ്, സെയിം സ്ഥലത്ത് തന്നെയാണ് ബുക്ക് ചെയ്ത പ്രോഗ്രാം നടക്കുന്ന. ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ നേരെ റൂമിൽ കയറിയിട്ടോ. കുഴപ്പമില്ലാത്തൊരു മുറിയായിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ കൊണ്ടുവന്ന ബിരിയാണിയും പൊതിച്ചോറും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുവാണ്. ബാക്കി പാർട്ട് 2.